എഞ്ചിനീയറിംഗ് എസൻഷ്യൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കപ്പാസിറ്റൻസ് കാൽക്കുലേഷൻ ആണ് ചെയ്യുന്നത്. ഒരു ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് എത്ര കപ്പാസിറ്റൻസ് വേണം, എത്ര വോൾട്ടേജിന്റെ കപ്പാസിറ്റർ സെലക്ട് ചെയ്യണം തുടങ്ങിയത് വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇന്ന് ചെയ്യാം. കപ്പാസിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് C=Q/V. ഈ Q എന്ന് പറയുന്നത് I/T എന്നുള്ള ഒരു എക്സ്പാൻഷനിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാം. അത്രയൊന്നും മെനക്കെടേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഇക്വേഷൻ ഉണ്ട്. C എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. C=1800 √V/Z. ഇതിൽ P എന്ന് പറയുന്നത് ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് പവറും Z എന്ന് പറയുന്നത് ലൗഡ് സ്പീക്കറിന്റെ ഇംപിഡൻസും ആണ്. ഇപ്പോൾ ഔട്ട്പുട്ട് പവർ 100 വാട്ട്സ് ആണെന്ന് വിചാരിക്കുക, ലൗഡ് സ്പീക്കർ ഇംപിഡൻസ് 4 ohms ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 9000 മൈക്രോഫാരഡ് എന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കപ്പാസിറ്റൻസ് കിട്ടും. ഇതിനെ 10 ലക്ഷം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന വാല്യൂ മൈക്രോഫാരഡിൽ തന്നെ ആയിരിക്കും. ഇനി അടുത്തത് എത്ര വോൾട്ടേജിന്റെ കപ്പാസിറ്റർ വേണം. കപ്പാസിറ്റർ വോൾട്ടേജ് ആണ് VDC കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. =1.84 × ട്രാൻസ്ഫോമർ വോൾട്ടേജ്. 24 വോൾട്ടിന്റെ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ അതിനെ 1.84 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏകദേശം 44 വോൾട്ടിനടുത്ത് കിട്ടും. 50 വോൾട്ടിന്റെ കപ്പാസിറ്റർ ഉപയോഗിക്കുക, കഴിഞ്ഞു. ഇത്രയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് മെനക്കെടാൻ വയ്യാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള വേറൊരു വഴി ഞാൻ പറയാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഷീറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഷീറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഔട്ട്പുട്ട് പവർ 100 വാട്ട്സ് ആണ് ഇവിടെ കൊടുക്കുക. സ്പീക്കർ ഇംപിഡൻസ് 4 ohms കൊടുക്കുക. ട്രാൻസ്ഫോമർ റേറ്റഡ് വോൾട്ടേജ് 24 വോൾട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കപ്പാസിറ്റൻസും അതിന്റെ കപ്പാസിറ്റർ വോൾട്ടേജും കിട്ടും. സിമ്പിൾ അല്ലേ? കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കപ്പാസിറ്ററിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ നാളെ ഇതേ സമയം ഈ ചാനലിൽ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട. വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ നാളെ ഇതേ സമയം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. തുടർന്നുള്ള വീഡിയോസും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും അറിവുള്ളവരാകട്ടെ. നന്ദി, നമസ്കാരം.